നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം 68ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 1 കിലോ കഞ്ചാവുമായി യുവാവിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് സംഘം പിടികൂടി. എടത്തിരുത്തി പഞ്ചായത്തിലെ ഗ്രീൻ ഓഫീസ്, ഇ-ഫയൽ ട്രാക്കിംഗ്, ടച്ച് സ്ക്രീൻ, ഇൻഫർമേഷൻ കിയോസ്ക് എന്നിവയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യം 68ാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA പതാക ഉയർത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് അനിത ബാബു പതാക ഉയർത്തി. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രക്തസാക്ഷികളുടെ ആ മൂല്യം നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ജാതി, മത, രാഷ്ട്രീയ, വർഗീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ ഉത്തരവാദിത്വം നിറവേറ്റുകയും അതുപോലെ നമ്മുടെ ദേശത്തിന് വേണ്ടി ആത്മബലി അർപ്പിച്ച എല്ലാ മഹാത്മാക്കൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പെരിഞ്ഞനം RMVHS സ്കൂളിൽ പ്രധാനാധ്യാപകൻ KR രാമനാഥൻ പതാക ഉയർത്തി. രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് വിവിധ മേഖലകളിലുള്ള നമ്മുടെ പുരോഗതിയുടെ പാന്താവ് വെട്ടിത്തുറക്കേണ്ട കാലഘട്ടമാണ്. ഭാരതീയ സംസ്കാരം, ആർഷഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഭാരതത്തിന്റെ ശക്തമായ സംസ്കാരമാണ് ഒട്ടേറെ ഭീഷണിയിൽ നിന്നും നമ്മൾ ഇന്നും പിടിച്ച് നിൽക്കുന്നത്. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. KPCC അംഗം PA മുഹമ്മദ് അലി പതാക ഉയർത്തി. കാരണം ഇന്ന് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മഹാത്മജിയെ തള്ളിപ്പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാത്മജിയെ പോലെ, നെഹ്റുവിനെ പോലെയുള്ള ലോകോത്തരമായ നേതാക്കന്മാരെ അവരിന്ന് പേരുകൾ നമ്മുടെ പരിപാടികളിൽ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജവഹർ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മഹാത്മാജിയുടെ പേര് പോലും മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഏറ്റവും വഞ്ചനയാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പെരിഞ്ഞനം സെന്ററിൽ നടന്ന ആഘോഷ പരിപാടികൾ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാലെടുത്ത് വെക്കുന്ന ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ ജനതയുടെ സങ്കല്പം എന്തായിരുന്നു എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. അത് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക. ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടക്കുമ്പോൾ മറുഭാഗത്ത് കലാപങ്ങളും കലഹങ്ങളും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യ വിഭജിച്ചപ്പെട്ടതിനെ തുടർന്ന് 3 ഭാഗങ്ങളായിട്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ഇന്ത്യയും എന്ന് പറയുന്ന 3 ഭാഗമായിട്ടാണ് വിഭജിക്കപ്പെട്ടത്. അതിനെ തുടർന്നുള്ള കലാപങ്ങളാണ് 14-ാം തീയതിയും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും ഇന്ത്യയിൽ നടന്നിരുന്നത്. മണ്ഡലം പ്രസിഡന്റ് KS പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക്, BCC അംഗങ്ങളായ CC ബാബുരാജ്, PMA ജബ്ബ, TKB രാജ്, KC പ്രദോഷ് കുമാർ, KK ഫൈസൽ, സുകുമാരൻ മാസ്റ്റർ, PN ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ യുവക്ഷീര കർഷക അവാർഡ് നേടിയ അനസി ഷാജിയെ അനുമോദിച്ചു. എടത്തിരുത്തി സെന്റ് ആൻസ് CUP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA പതാക ഉയർത്തി. സ്വാതന്ത്ര്യം നേടിയത് മറ്റു രാജ്യത്തിനൊന്നും മാതൃകയാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വളരെ സമാധാനവും സത്യവും അഹിംസയും എന്ന മഹനീയമായ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പത്ത് ഈ നാട്ടിലെ ജനങ്ങളാണ്. വ്യത്യസ്തമായ ജാതി, മത, ഭാഷ, വൈജാത്യങ്ങളുള്ള നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ എല്ലാം ഒന്നിപ്പിക്കുന്നത് നമ്മളിലെല്ലാമുള്ള മഹനീയമായ ദേശാഭിമാന, ദേശീയ ബോധമാണ്. ആ ഐക്യവും അഖണ്ഡതയും സ്നേഹവും കാത്തു സംരക്ഷിക്കുക എന്ന സത്യപ്രതിജ്ഞയാണ് നാം ഈ സന്ദർഭത്തിൽ എടുക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തായ ജനങ്ങളുടെ ഐക്യവും അഖണ്ഡതയും
സർവമത വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും എല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മുടെ ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് ഫ്രാൻസിസ് അസിസി, പ്രധാനാധ്യാപിക സി ടെസ്ലിൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധിജിയുടെ വേഷമിട്ട 7ാം ക്ലാസ് വിദ്യാർത്ഥി ഐശ്വര്യ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. സ്കൂളിന് മുന്നിലുള്ള റോഡിലെ ചെളിക്കുണ്ടുകൾ ഓരോ പിടി മണ്ണിട്ട് മൂടിക്കൊണ്ട് സ്വയം പര്യാപ്തതയിലൂടെ സ്വാതന്ത്ര്യം എന്ന ചിന്ത പ്രായോഗികമാക്കി. PTA കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കൂരിക്കുഴി ബാബുൽ ഉലൂം മദ്രസയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മഹല്ല് വൈസ് പ്രസിഡന്റുമാരായ PM ഇബ്രാഹിംകുട്ടി, PV അബ്ദുൾ അസീസ് എന്നിവർ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് പാറൽ അബ്ദുൾ സലാം സക്കാഫി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. KU അബു മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഷമീർ സക്കാഫി, KK ഹംസ, PM ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എല്ലാവരോടും ഞാൻ മര്യാദയോടുകൂടിയേ പെരുമാറുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കയ്പമംഗലം ബാബുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രിൻസിപ്പാൾ KU സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് PM നൌഷാദ്, മാനേജർ TH ഹാരിസ്, വൈസ് പ്രിൻസിപ്പാൾ സൈനബ, സ്റ്റാഫ് സെക്രട്ടറി NC രവി, ഈശ്വരി ടീച്ചർ, സുമേഷ് മാസ്റ്റർ, സ്കൂൾ ലീഡർ ഹംന ഷെറിൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനാധ്യാപിക KA ഷീബ പതാക ഉയർത്തി. പ്രിൻസിപ്പാൾ ER രാജേഷ്, PTA പ്രസിഡന്റ് KS സോമസുന്ദരൻ, മജീദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും നടന്നു. നല്ലൊരു ഇന്ത്യ
നല്ലൊരു ഇന്ത്യ. പുതിയകാവ് ഇൽഫത്ത് വിമൻസ് കോളേജിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഇൽഫത്തുൽ ഇസ്ലാം സഭ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി. കോളേജ് പ്രിൻസിപ്പാൾ ശാരദ എൻ മേനോൻ, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ബർക്കത്ത് അലി റഹ്മാൻ, മലയാളം അധ്യാപിക രമാദേവി, സുധീഷ് മാസ്റ്റർ, റഹീസ തുടങ്ങിയവർ സംസാരിച്ചു. ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് MGM സ്റ്റുഡൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സംഗമം സംഘടിപ്പിച്ചു. ബുസ്താനുൽ ഉലൂം കോംപ്ലക്സ് പ്രസിഡന്റ് PV മുഹമ്മദ് മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. KNM ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ്, ഉസ്മാൻ ബുസ്താനി, T മുഹമ്മദ് മാസ്റ്റർ, ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പാൾ PH അബ്ദുസമദ് മദനി, കോളേജ് കൺവീനർ PK അബ്ദുൽ ജബ്ബാർ മൗലവി, PTA പ്രസിഡന്റ് PI മുഹമ്മദ്, അഡ്വക്കേറ്റ് TS മായാദാസ്, ISM പ്രസിഡന്റ് KA കബീർ ബുസ്താനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഇന്ത്യ രാജ്യം നമുക്ക് വെച്ച് തന്നിട്ടുള്ള ഭരണഘടനാപരമായുള്ള അവകാശങ്ങൾ ധ്വംസിക്കുവാൻ ഹനിക്കുവാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്ന വസ്തുത അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുന്നതായി നമ്മൾ കണ്ടു. അത് നിലനിൽക്കണം, നമ്മുടെ അവകാശം നിലനിൽക്കണം, നമ്മുടെ സ്വാതന്ത്ര്യം നിലനിൽക്കണം. ഈ രാജ്യം ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും അതേപോലെയുള്ള പ്രശ്നങ്ങളുടെയും ഒരു അവസ്ഥയിലേക്ക് ലോകം ഈ രാജ്യം പോയിക്കൂടാ എന്ന ചിന്ത ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരൻ എന്ന നിലയ്ക്ക് നമ്മളിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈഗിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ CJ സെയ്ദ് മുഹമ്മദ് പതാക ഉയർത്തി. ഡോക്ടർ സുന്ദരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റിനോൺ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. PM മുഹമ്മദ് പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം ഉമാ ശിവരാമൻ മുഖ്യാതിഥിയായിരുന്നു. മുജീബ് KB, അൻസാർ KB, ഷാഫി PK, ഷഫീഖ്, അജ്മൽ എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രാജീവ് അധ്യക്ഷത വഹിച്ചു. PK റാസിഖ്, CJ സെയ്ദ് മുഹമ്മദ്, VR ഉല്ലാസ്, MN സുബ്രഹ്മണ്യൻ, VV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സംഘടന മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും നവകൈരളി സ്വയം സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംഘം പരിസരത്ത് ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് KM ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാലചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി KV സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം സോഷ്യലിസ്റ്റ് ജനതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാളമുറിയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ പതാക ഉയർത്തി. മുഹമ്മദ് തായ്നഗർ അധ്യക്ഷത വഹിച്ചു. VR ഉല്ലാസ്, MK ബഷീർ, സൈഫുദ്ദീൻ, ഹുസൈൻ വഴിയമ്പലം തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കയ്പമംഗലം കൊപ്രക്കളത്ത് പതാക ഉയർത്തി. സജീവ് PD, ഉമറുൽ ഫാറൂഖ്, സലീം വാതിയടത്ത്, അലി, സലീം പുതിയ വീട്ടിൽ, ശശിധരൻ MD, അൻവർ, സഗീർ, താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് കാളമുറി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മദ്യം മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു.